കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു. അനാമിയനെ കല്യാണത്തിന് അണിയിക്കാനുള്ള താലിമാല അത് മോഷണം പോയിരിക്കണം. 1-2 പവന്റെ അല്ല 10 പവന്റെ മാലയാ മോഷണം പോയിരിക്കുന്നത്. അതിന്റെ പേരില് വീട്ടിലെല്ലാവരും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എല്ലാരും ഒരു വട്ടം കൂടെ എല്ലായിടത്തും പോയെന്ന് നോക്ക്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാന്ന് പറയാം. ഈ സമയം ആദർശം ഇങ്ങനെ ഒരു സംശയം, ഇനിയിപ്പൊ അനിയെങ്ങാനും കല്യാണം മുടക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണോ? അനിയോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അനി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഏട്ടാന്ന് പറയാം. ഇനിയിപ്പം ഏട്ടന് സംശയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഏട്ടനീ പോലീസിനെ വിളിച്ചോ. ഇനിയിപ്പം ആ മാല കിട്ടിയില്ലെങ്കിൽ പോലീസിൽ അറിയിക്കണം, കാരണം പുറത്തുനിന്ന് ആരും വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറയാം. അങ്ങനെ എല്ലായിടത്തും നോക്കുന്നുണ്ട്, പക്ഷെ ഒരിടത്തൊന്നും മാല കിട്ടിയില്ല. അവസാനം എല്ലാവരും കൂടെ ഹാളിലേക്ക് വന്നു. അപ്പൊ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പോ ഇവിടെ നോക്കാനായിട്ടൊരു സ്ഥലം പോലും ബാക്കിയില്ല, ഇനിയിപ്പോ എല്ലാവരുടെ മുറികൾ മാത്രമല്ലേ ഉള്ളൂ. ജലജ പെട്ടെന്ന് പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാച്ചാ, ഇനി മുറികളിലും കൂടെ പരിശോധിക്കാന്ന് പറയാം. അതിന്റെ മുറികളിലൊക്കെ ആരെങ്കിലും കൊണ്ടേ വെക്കുമെന്ന് ചോദിക്കാം. അത് പറയാൻ പറ്റില്ലല്ലോ, ഇവിടെ നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളതെന്ന് പറയാം. അതെന്താ അങ്ങനെ നീ പറഞ്ഞേ? അല്ല, ഞാനങ്ങനെ പറഞ്ഞാന്ന് പറയാണ്. ഈ സമയത്ത് കനയ്ക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. തന്നെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജലജ. താനാ അതെടുത്തേന്നുള്ള രീതിയില്ല. ഇപ്പൊ പുറത്തുനിന്നുള്ളത് താൻ മാത്രമല്ലേ ഉള്ളൂ, താനും തന്നെ മക്കളും മാത്രമേ ഉള്ളൂ. പക്ഷെ അവരിവിടുത്തെ മരുമക്കളാ, അല്ലാതെ ഒരേ ഒരാള് താൻ മാത്രമാ. ഈ സമയം ദേവേന് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയാണ്. ജലജ പറഞ്ഞു, അല്ല ഞാനല്ലേ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ മുറി തന്നെ ആദ്യം പരിശോധിച്ചോളം പറയാം. അവിടുന്ന് തന്നെ അങ്ങ് തുടക്കം ആയിക്കോട്ടെ. ആ മുറി പരിശോധിച്ചതിന് ശേഷം ബാക്കിയുള്ളവരുടെ മുറിയൊക്കെ നോക്കാന്ന് പറയാം. അമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അഭി ഓർത്തു, ഇതെന്താ അമ്മ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി പറയണേ? നോക്കാനായിട്ട് എന്തേലും ട്രിക്ക് ഉണ്ടോ ഇതിനകത്തുനിന്ന് അഭിക്കൊരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് എല്ലാരും ജലജയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. മുറി ചെന്നിട്ട് അനിയ അവിടെ നോക്കണം. അപ്പൊ അനിയോട് പറഞ്ഞു, അതെ നീ ആ കബോർഡൊക്കെ അതിനകത്ത് ആ സാരിയൊക്കെ മാറ്റി അവിടെ എല്ലാം നോക്കിക്കോളാൻ പറയണം. ഒരു സ്ഥലം പോലും ബാക്കി വെക്കണ്ട, കട്ടിലിനടി വരെ പരിശോധിച്ചോളാൻ പറയാ. പിന്നീട് അനി അവിടെ എല്ലാം നോക്കി, ഒരിടത്തും കിട്ടിയില്ല. ഈ മുറിയിലെങ്ങും ഇല്ലാന്ന് പറയാണ്. ഈ സമയം ജലജ പറഞ്ഞു, അല്ല മുകളിലൊരു ബായി ഇരിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് കനക പറഞ്ഞു, അതെന്റെ ബായിക എന്ന് പറയണം. ജലജ പറഞ്ഞു, അതും കൂടെ പരിശോധിക്കാൻ അനിയോട് പറയും. അനി പറഞ്ഞേ വേണ്ട, അത് പരിശോധിക്കണ്ട, അത് കനകാന്റിയുടെ ബാഗല്ലേ, അത് പരിശോധിക്കണ്ടെന്ന് പറയും. ഈ സമയം ദേവേന് പറഞ്ഞു, ആരുടെ ബാഗുകളിലും കൊള്ളാം, അതും കൂടെ പരിശോധിക്കാൻ പറയാ. ജലജ പറഞ്ഞു, ഏട്ടത്തി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം, ആ ബാഗായിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല, ആ ബാഗ് കൂടെ പരിശോധിക്കുക. ഈ മുറി മൊത്തം അടിച്ചു പറിക്കില്ലേ, ഇനിയിപ്പൊ അതായിട്ട് എന്തിനാന്ന് ചോദിക്കുക. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞേ അത് ശരിയാവില്ല എന്ന് പറയാ. കനക പറഞ്ഞു, പരിശോധിച്ചോട്ടെ മൂർത്തി സാറേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ അനിയ ബാഗ് എടുത്തു. അനിയ ബാഗ് എടുത്തപ്പോ ജലജ ഭയങ്കര സന്തോഷത്തില്ല. ഇപ്പം ബാഗിനകത്തുനിന്ന് ആ മാല താഴെ വീഴും. അതോടുകൂടി കനക മക്കൾ ഈ വീടിന്റെ പുറത്ത് ആ ഒരു സന്തോഷത്തോടെ നിൽക്കുക. അങ്ങനെ അനി ഒന്ന് കൈയിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്തെങ്ങും ഇല്ലാന്ന് പറയണ. പെട്ടെന്ന് ജലജ പറഞ്ഞു, അതെ അവിടെ മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ ഓരോ കള്ളികളും അതൊക്കെ വിടത്തിയൊക്കെ നോക്ക്, എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാം. ഈ സമയം ജലജയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ കനയ്ക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. അതിനകത്തുള്ള ഉണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് ജലജയുടെ സംസാരം. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, മതി ഇനി ആ നോട്ടം അങ്ങോട്ട് നിർത്തിയേക്കാൻ പറയണം. ജലജ പറഞ്ഞു, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞു, ശരിക്കും ബായൊക്കെ പരിശോധിക്കണ്ടെന്ന് ചോദിക്കും. മതി പരിശോധിച്ചെന്ന് പറയാം. ഈ സമയം ദേവേന പറഞ്ഞു, അതല്ലച്ചാ ആ ശരിക്കും പരിശോധിക്കട്ടെ, അതിനകത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കുടഞ്ഞിടാൻ പറയാം. അങ്ങനെ അടുത്ത സാരികളെല്ലാം പുറത്തേക്ക് ഇനി എടുത്തിട്ടു. അതിനകത്തൊന്നും ഒന്നും കിട്ടിയില്ല. കനക പറഞ്ഞു, ഇപ്പൊ സന്തോഷമല്ലോ, ഇപ്പൊ ഒന്നും ഇല്ലെന്ന് മനസ്സിലായില്ലെന്ന് ചോദിക്കുക. ഈ സമയം ജലജ കൊടുത്ത ആ മാല പിന്നെ എവിടെ പോയി? ഈ സമയം ദേവേന പറഞ്ഞു, ബാ നമുക്ക് അടുത്ത മുറിയിൽ പോയി നോക്കാന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ജലജ പിന്നെ ആ ബാഗ് എടുത്ത് നോക്കുവാണ്. തേമി ഇതിനകത്തിരുന്ന മാല എങ്ങോട്ട് പോയി? താൻ ഇതിനകത്ത് തന്നെയാണല്ലോ കൊണ്ടുവന്ന് വെച്ചേ, എന്ത് മായാജാലം ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് പോയ നവിയെ നയനും തിരികെ ഇങ്ങോട്ട് കയറി വരുവാണ്. എന്നുവെച്ചോ, എന്താ അപ്പച്ചി, എന്താ അതിനകത്ത് നോക്കണേ നിൽക്കുക? ഒന്നുമില്ല, മാല തിരയുമായിരിക്കും അല്ലേ എന്ന് നവ്യെ ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന് അപ്പൊ അപ്പച്ചിക്ക് ഉറപ്പുണ്ട് അതിനകത്ത് മാലയുണ്ടെന്നല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പച്ചി എന്തോ കൊണ്ടേ വെച്ച പോലെയാണല്ലോ അപ്പച്ചിയുടെ നോട്ടം എന്ന് പറയാ. പിന്നെ എനിക്ക് അടുത്ത് മാല കൊണ്ടുവെക്കാൻ എന്താ പ്രാന്തുണ്ടോന്ന് ചോദിക്കും. അതാ ഞങ്ങൾക്കും അറിയത്തില്ലാത്ത, സത്യം പറഞ്ഞാൽ അപ്പച്ചി കള്ളിയല്ലേന്ന് ചോദിക്കുക. അപ്പച്ചി അല്ലേ മാല എടുത്തേന്ന് ചോദിക്കും. ഇതേ നവ്യെ, നീ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അനാവശ്യമല്ല അപ്പച്ചി, സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയാ നയന. ഇതേ ഞാൻ ആരുടെ മാലയൊന്നും എടുത്തിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ നവ്യ ചോദിച്ചു, അല്ല അമ്മയ്ക്ക് ഉറപ്പുണ്ടോ അമ്മ മാല എടുത്തിട്ടില്ലെന്ന്? അതാ നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണോ? പിന്നെ എനിക്ക് ആ മാല കിട്ടിയിട്ട് വേണ്ടേ അങ്ങോട്ട്? അതെ ഞാനേ അത് സ്വർണ്ണമൊക്കെ കണ്ടു വളർന്ന, അതുകൊണ്ട് എനിക്ക് ആ മാല കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാം. എന്നാലും അപ്പച്ചി ഇത്രമാത്രം കള്ളത്തരം കാണിക്കുന്നതും വിചാരിച്ചില്ലെന്ന് പറയാം. ഈ സമയത്ത് ജലജങ്ങോട് ദേഷ്യം വന്നു. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? അപ്പൊ നീ എന്നെ കളിയാക്കും അല്ലേടും ചോദിച്ചിട്ട് അടിക്കാൻ അങ്ങോട്ട് കൈ ഒങ്ങാണ്. പെട്ടെന്ന് നയന ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. തൊട്ടു പോരാന്ന് പറയാം. കള്ളത്തരം കാണിച്ചതും പോരാ, എന്നിട്ട് എന്റെ നേരക്ക് ചാടിക്കടിക്കാൻ വരുന്നീ ചോദിക്കുക. നവി പറഞ്ഞു, അതെ എന്റെ അനിയത്തിയാണ് നയന, അവളെ ഞാൻ ദേഹത്തെങ്ങനെ തൊട്ടാണ്ടല്ലോ,
എന്റെ അമ്മായിമ്മയൊന്നും നോക്കില്ല, വിവരം അറിയുമെന്ന് പറയാം. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടല്ലേന്ന് ചോദിക്കും. ഈ സമയം നബി പറഞ്ഞു, എന്റെ അമ്മേ, അമ്മ കള്ളത്തരം കാണിച്ചിട്ട് ആരെയും കണ്ടുപിടിക്കില്ലെന്ന് അമ്മ വിചാരിച്ചെന്ന് ചോദിക്കും. ഞാനെന്താടി കള്ളത്തരം കാണിച്ച? കള്ളത്തരം ഒന്നും കാണിച്ചില്ലല്ലേ? അമ്മ കാണിക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും ഞാൻ വീഡിയോ എടുത്തോടെന്ന് പറയാം. ഇത് കേട്ടെന്ന് ജലജി ഒന്ന് ഞെട്ടി. വീഡിയോ എടുത്തോ? അതെ അതെ, നയന കൊണ്ടുപോയി പൂജാമുറിയിലേക്ക് ആ മാല കൊണ്ടുപോയി വെക്കാൻ പോകുന്ന സമയത്ത് അമ്മയുടെ നിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പന്തികേട് തോന്നിയായിരുന്നു. പിന്നീട് നയന മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം അമ്മ പൂജാമുറിയിലേക്ക് കയറി ചെല്ലുന്ന ആ മാല എടുത്തുകൊണ്ട് പുറത്തിറങ്ങുന്നതൊക്കെ ഞാൻ ഇച്ചിരി ദൂരെ നിന്ന് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അമ്മ ഈ മുറിയിലേക്ക് വന്നിട്ട് എൻ്റെ അമ്മയുടെ ബാഗിനകത്തേക്ക് മാല വെച്ചിട്ട് ഇവൾ കിട്ടുന്നൊരു പണി കൊടുക്കുമെന്ന് പറയുന്ന അതുവരെ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ചെറിയ ഞെട്ടി. ഞാനെങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ അമ്മ ചെയ്യാതെ അമ്മയുടെ പ്രേതമാണോ വീഡിയോക്കകത്ത് കണ്ടേന്ന് വെക്കാം. ഇത് കേട്ടൻ ചെറിയ പിന്നെ ഞാൻ അങ്ങനെ ചെയ്താൽ പിന്നെയും വട്ടം നിന്ന് തറക്കിക്കുക. അന്നൊരു കാര്യം ചെയ്യാം, അന്നെങ്കിൽ ഇത് ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരുടെ മുന്നിൽ കൊണ്ടേ കാണിക്കാം. അമ്മയ്ക്കിനി വിശ്വാസം വരുന്നില്ലെങ്കിൽ, അല്ല സത്യം പറ, നീ വീഡിയോ എടുത്തെന്ന് ചോദിക്കും. അത് അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലേ? ഈ സമയം നയന പതുക്കെ ചോദിച്ചു, അല്ല നവ്യേച്ചി നീ വീഡിയോ എടുത്തെന്ന് ചോദിക്കും. ചുമ്മാ പറയുന്നല്ലേ, അമ്മേനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലേന്ന് ചോദിക്കും. അമ്മയ്ക്കൊട്ടൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ചർച്ച അയ്യോ, വീഡിയോ നീ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കള്ളത്തരം പറയുന്നതാന്ന് പറയാം. സംശയം കൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോയി അത് എല്ലാവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാന്ന് പറയാം. അയ്യോ വേണ്ട, നീ കാണിച്ചു കൊടുക്കാൻ പോണ്ടെന്ന് പറയാം. അല്ല ആ മാല എന്തിയെന്ന് ചോദിക്കണം. നീ ആ മാല എടുത്തോന്ന് ചോദിക്കണം നവിയോട് ഞാൻ മാലയൊന്നും എടുത്തില്ല എന്ന് പറയാം. കള്ളത്തരം പറയരുത്. അല്ല എന്റെ അമ്മായിമ്മയല്ലേ അത് എടുത്തേ, ആ മാല എന്തിയെന്ന് ചോദിക്കുക. അത് ഞാൻ എടുത്തിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. വീണ്ടും കിടന്ന് തർക്കിക്കുന്നു. എന്താ നിനക്ക് തെളിവൊഴിക്കുന്നത്? നീ വീഡിയോ ഉണ്ടെന്ന് പറയുന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ലെന്ന് പറയാം. തെളിവുണ്ടോന്ന് ചോദിക്കാം, ഞാൻ മാല എടുത്തേന്. തെളിവുണ്ടോന്ന് ചോദിച്ചാൽ തെളിവുണ്ടെന്ന് പറയണ. അതെന്താ? ഈ മാല തന്നെയെന്ന് പറഞ്ഞാൽ മാല അങ്ങോട്ട് ഉയർത്തി കാണിക്കുക. ഇത് കണ്ടതും ചലച്ചിക്ക് വല്ലാത്തൊരു അന്ത്യാളിപ്പുണ്ടേ. താനാ ബാഗിനകത്ത് വെച്ച മാല അനാമയ്ക്കുണ്ട താലിമാലയാ. ഇപ്പൊ എങ്ങനെയുണ്ട്? തെളിവ് കിട്ടിയില്ലേന്ന് ചോദിക്കുക. ഇത് ഞാൻ കൊണ്ട് ഇവിടെ എല്ലാവർക്കും കൊടുക്കും. അത് മാത്രമല്ല എല്ലാവരെയും കൊണ്ട് കാണിക്കുകയും ചെയ്യും. അത് മാത്രമല്ല അപ്പച്ചിയുടെ കള്ളത്തരമെല്ലാം പുറത്തു വരികയും ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ജലജയ്ക്ക്. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇങ്ങനെ ഒരു ഊരാക്കുടുക്ക് തന്റെ തലയിലേക്ക് കയറുന്നുള്ളേ. അതെ, ഒരു കാര്യം ചെയ്യാം, ആ വീഡിയോ എനിക്കിങ്ങ് തരാൻ പറയണം. ആഹാ, വീഡിയോ തരണമല്ലേ? അല്ല എന്താ, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാം. അബദ്ധമോ? ഇതാണ് അബദ്ധം. എന്റെ അമ്മേനെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയില്ലേ അപ്പച്ചി ഈ കള്ളത്തരം കാണിച്ചെന്ന് അതിനെ പെട്ടെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാ. അതെ, അബദ്ധം പറ്റിയതുകൊണ്ട് കാര്യം ചെയ്യാം, ഈ മാല കൊണ്ടുപോയി ഇരുന്നിടത്ത് തന്നെ വെക്ക്. അങ്ങനെ വെക്കുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ആരെയും കാണിക്കില്ലെന്ന് നവ്യ പറയാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കടിച്ച് പാമ്പിനെ കൊണ്ട് തന്നെ അങ്ങനെ വിഷം ഉറയ്ക്കുകയാണ് നവ്യ ചെയ്യുന്നത്. അങ്ങനെ വേറൊരു നിവൃത്തിയില്ലാതെ വന്നിട്ട് ജലജ എന്ത് ചെയ്യുവാണ്, മാല കൊണ്ടേ പൂജാമുറി കൊണ്ടേ വെച്ചു. പൂജാമുറി കൊണ്ടേ വെച്ചിട്ട് ഇനി എല്ലാവരോടും പറയണല്ലോ ഇതിനെക്കുറിച്ച്. പിന്നീട് ജലജ അവിടെ കിടന്ന് എല്ലാവരെയും വിളിക്കുകയാണ്. അതേ മാല കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു. അല്ല മാല കിട്ടിയോ? എവിടുന്നാ? അതെ, അത് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു പറയാണ്. അപ്പൊ ജാനകി പറഞ്ഞു, ഞാൻ മുമ്പേം കൂടെ വന്ന് നോക്കിയതായിരുന്നല്ലോ, എന്നിട്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ സമയം ദേവേന പറഞ്ഞു, ഇനിയിപ്പോ എവിടെ നാളും കുഴപ്പമില്ല, മാല കിട്ടിയില്ലോ, സമാധാനമായല്ലോ എന്ന് പറയാം. നയനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം കൊണ്ട് ആകെപ്പാടെ ടെൻഷൻ അടിച്ചു പോയി. ഒരു പക്ഷേങ്കിൽ നവ്യേച്ചി അത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്റെ അമ്മ കള്ളിയായനും താനും എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്താണ്ട് വന്നേനോ. അതൊക്കെ ഓർത്തും വല്ലാത്ത ടെൻഷൻ അടിച്ചിങ്ങനെ നയന നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറഞ്ഞ, മോളെ നീ ഇതേ പൂജിക്കാൻ പറയണത്. വേണ്ടാന്ന് പറയണ. അതെന്താ മോളെ? ഇനി മോൾ അതെവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് കാണാതെ പോയതുകൊണ്ടാണെന്ന് ചോദിക്കും. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ. വരാനും പറഞ്ഞുകൊണ്ട് നയനയും കൂടി കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് നയന അവിടെ പൂജിക്കുവാണ് അതൊക്കെ. ഈ സമയം ജലജ ആകെപ്പാടെ ലെക്ക് കേട്ട അവസ്ഥയിൽ നിൽക്കുന്നത്. ഒരു പണി കൊടുക്കാനായിട്ട് നോക്കിയതാ, ആ പണി തനിക്കിട്ട് തന്നെ തിരിച്ചിട്ടിരിക്കുന്നു. ഈ സമയം അഭി ജലജനെ നോക്കുന്നുണ്ട്. അമ്മയുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞെന്ന് ജലജയ്ക്ക് മനസ്സിലായി. അല്ല, അഭിക്ക് മനസ്സിലായി. ഇനിയിപ്പം അമ്മയുടെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. അതല്ലേലും അങ്ങനെയാണല്ലോ, എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് വന്നാലും അവസാനം അതെല്ലാം കൂടെ പൊട്ടി പാളീസാകുക. ഈ നയനയും നവ്യോടെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും നടക്കുമല്ലെന്ന് അഭിക്കാണെങ്കിലും മനസ്സിലായി. പിന്നീട് നയന പുറത്തേക്ക് വരുവാണ്. നയന പുറത്തേക്ക് വന്നപ്പോൾ നയനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഇത്ര വൃത്തികെട്ട പരിപാടി തന്റെ അപ്പച്ചി ചെയ്തല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂജയെല്ലാം കഴിച്ച് പുറത്തേക്ക് വന്ന ജലജയോട് നവ്യ പറഞ്ഞു, എന്നാലും നല്ല പരിപാടി തന്നെ കാണിച്ചെന്ന് പറയാം. ഈ വീട്ടില് അതും ഒരു നല്ല മംഗളാർമ്മ നടക്കാൻ പോവാ. അപ്പൊ ആ താലിമാലയൊക്കെ മോഷ്ടിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാം ചെയ്യുന്ന പരിപാടിയാണെന്ന് ചോദിക്കും. ജലജ ഒന്ന് പതുക്കെ പറയേണ്ടത് നവ്യ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ പേടിയുണ്ടല്ലേ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ടെന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം പറ്റിയതാണ്. അതെ, ഇനി ഇങ്ങനത്തെ അബദ്ധം പറ്റിയാലുണ്ടല്ലോ, പറഞ്ഞ കേട്ടല്ലോ, ആ വീഡിയോസ് ഇപ്പോഴും എന്റെ ഫോണിനകത്തുണ്ട്, അതൊക്കെ ഞാൻ എല്ലാരെയും കാണിക്കുമെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് കയറി പോവാ. ഈ സമയം തകർന്ന മനസ്സോടുകൂടി
ജലജ അവിടെ നിൽക്കുകയാണ്. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അഭി വന്നിട്ട് ചോദിച്ചു, എന്താമ്മേ, അമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. ഇനി എന്ത് സംഭവിക്കാനാടാ, ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. ഓ, ഇപ്പൊ ഞാനെങ്ങാനും ആയിരുന്നു ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് അത് പൊളിഞ്ഞു പോയെങ്കിൽ അമ്മ എനിക്ക് സ്വൈര്യം തരത്തില്ലായിരുന്നു പറയാം. ഓഹോ, അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്താൻ ഇങ്ങോട്ട് വന്നാണെന്ന് ചോദിക്കും. അതല്ലമ്മേ, അമ്മയോട് എന്താ സംഭവിച്ച് ചോദിക്കാൻ വേണ്ടി വന്നാ. എടാ, അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യ, ആ നവ്യയുടെ ഫോൺ ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. നവ്യയുടെ ഫോൺ എന്തിനാ? എടാ, ഞാൻ ആ മാല അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ വീഡിയോ അവളുടെ എടുത്തെന്ന് പറയാം. എന്റെ ദൈവമേ, ഇനിയെങ്ങാനും അതെങ്ങാനും ഈ വീട്ടിലുള്ളവരറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും പുറത്താക്കുമെന്ന് പറയാം. എടാ, അതുകൊണ്ടാ പറഞ്ഞേ, അവളുടെ ഫോൺ എങ്ങനെയൊന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ പറയാം. എങ്ങനെ അടിച്ചു മാറ്റുമെന്ന് അമ്മ പറയണേ. ആ ഫോൺ അങ്ങനെ എടുക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംശയം തോന്നും. അത് മാത്രമല്ല, എപ്പോഴും ആ മുറിക്കകത്ത് തന്നെ അടയിരിപ്പല്ലേ, അങ്ങനെ മുറിക്കകത്തുനിന്ന് പുറത്ത് പോലും പോകുന്നില്ല എന്ന് പറയാം. എടാ, ഒരു നല്ല കാര്യം നീ അമ്മയ്ക്ക് ചെയ്തു തരാനുള്ളതിനെ ഇങ്ങനെ മുട്ടായിട്ട് വർത്താനാണോ പറയുന്നത്? അല്ലെങ്കിലും അങ്ങനെ തന്നെയാ, പണ്ടേ തൊട്ട് നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അബിയോട്, ഞാൻ നോക്കട്ടെ, അടിച്ചു മാറ്റാൻ പറ്റുമോ നോക്കട്ടെ, ഇനി അത് കിട്ടിയിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അവള് ബുദ്ധിമതിയല്ലേ, അവൾ ആ വീഡിയോ എങ്ങോട്ടേലും മാറ്റി കാണുമായിരിക്കും എന്ന് പറയാം. ഒരു പക്ഷേങ്കിൽ നയനയുടെ കയ്യിലും അത് കാണുമായിരിക്കും എന്ന് പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ചേച്ചിക്ക് പിന്നെ ഒന്നുകൂടെ ടെൻഷൻ കൂടുക ചെയ്തേ. ഈ സമയത്ത് ആദർശം മുറി വന്നിങ്ങനെ ആലോചിക്കുക, ദൈവം മാല കിട്ടിയത് ഭാഗ്യമായി, അല്ലെങ്കിൽ മിക്കവാറും ഇതിന്റെ പേരും പറഞ്ഞ് ഇനി കല്യാണം മുടങ്ങിയേനം. ഇനിയിപ്പം മൊത്തം ഓരോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് കല്യാണം മുടങ്ങിയേനം. ഭാഗ്യം കൊണ്ട് ആ മാല കിട്ടിയെന്ന്. ഈ സമയം നയനയ്ക്കാണ് അതിനേക്കാളും വിഷമം. എന്തുകൊണ്ടായിരിക്കും അപ്പച്ചി ആ മാല ഒളിപ്പിച്ചു വെച്ചേ? അപ്പച്ചിക്ക് അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകുന്നേ? അനിയും അനാമിയും തമ്മിലുള്ള കല്യാണം നടക്കുന്നതിൽ അപ്പച്ചിക്ക് എന്തോ എതിർപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.